സജു വർഗീസ് 20 വർഷത്തിലധികമായി വിദേശത്ത്. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ +2-നും പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, വേറെ ബിൽഡിങ്ങിലും വേറെ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. പത്തനംതിട്ടക്കാർ തന്നെയാണ്, പിന്നെ കൂടുതലും മലയാളികളുള്ള കമ്പനിയാണത്. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ ആകസ്മിക വിയോഗം. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസം. കുടുംബത്തിന്റെ ഏക ആശ്രയവും 32-കാരനായ ഈ ചെറുപ്പക്കാരൻ. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ മരണം എങ്ങനെ ഭാര്യയും മക്കളെയും അറിയിക്കുമെന്ന വിഷമത്തിലാണ് ബന്ധുക്കൾ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും വിളിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പോകുന്നില്ല എന്നുള്ളൊരിതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ കുറച്ചെന്തോ തീരാനുണ്ട്. അവിടുന്ന് പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് പഞ്ചാബിൽ പഠിക്കുന്ന മകൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരണം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ ടി എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 24 പത്തനംതിട്ട. ശ്രീ KV അബ്ദുൽ ഖാദർ, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ അബ്ദുൽ ഖാദർ, നേരത്തെ മുസ്തഫ കാരി നമ്മളോട് പറഞ്ഞതുപോലെ കുവൈറ്റിലെ ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ നടന്നു പോകുന്നത് എന്നതാണ്. അപ്പോൾ സങ്കീർണമല്ല കാര്യങ്ങൾ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ അത് തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും സങ്കീർണത ഉണ്ടാകാതെ തന്നെ അതൊക്കെ വളരെ വേഗം തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്ക് ഈ ഘട്ടത്തിൽ വെക്കാമല്ലേ? അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റ് ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങളുടെ കോർഡിനേഷൻ വളരെ നന്നായിട്ട് ഈ അപകട വിവരം അറിഞ്ഞ് ഉടൻ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് മരണസംഖ്യ കുറക്കാനിടയാക്കിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളുടെ ചികിത്സയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ നേരത്തെ ശ്രീ മുസ്തഫ പറഞ്ഞതുപോലെ വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റുകളും ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നോർക്കയായാലും നമ്മുടെ വിവിധ മലയാളി സംഘടനകളായാലും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് KMCC ആയാലും കല എന്ന കുവൈറ്റിലെ സംഘടനയായാലും മറ്റ് സംഘടനകളായാലും ഒക്കെ തന്നെ ഒരു സഹജീവി സ്നേഹം ഏറ്റവും നല്ല നിലയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കുവൈറ്റിലെ ഈ അപകടത്തിന് ശേഷമുള്ള സംഭവങ്ങളെ അവർ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 പേരുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട്. 24 പേർ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പുമാണ്. പക്ഷേ ആരുടെ ഏത് മൃതദേഹം എന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലോ. അതിനുള്ള പരിശോധനാ സംവിധാനങ്ങൾക്ക് മാത്രമാണ് ഇനിയുള്ള സമയം അവിടെ ഉപയോഗിക്കുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ അവിടുത്തെ മന്ത്രാലയങ്ങളും വിദേശകാര്യ വകുപ്പും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഇടപെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ തിരിച്ചറിയാനുള്ളതാണേലും DNA പരിശോധന എന്നുള്ളതാണ്. അതും ഒരു തരത്തിലും കാലതാമസം വരാതെ തന്നെ അതിനൊക്കെയുള്ള ഇപ്പോൾ തന്നെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും നമ്മളോട് നേരത്തെ മുസ്തഫ കാരി പറയുന്നുണ്ടായിരുന്നു.
അല്ല, അവിടെ ഇത്തരം കാര്യങ്ങൾ വളരെ സമയദൈർഘ്യമില്ലാതെ തന്നെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പം പിന്നെ ഒരുപാട് മരണം ഒന്നിച്ചുണ്ടായപ്പോഴുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചെറിയ സമയം വേണ്ടി വരും. അത് കൂടി പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. ചികിത്സയും ചില ആളുകളുടെ പരിക്ക് ഞാൻ അറിഞ്ഞത് മുകളിൽ നിന്ന് ചാടി എല്ലിന് പരിക്ക് പറ്റിയ ചില ആളുകളുണ്ട്. അവർക്ക് ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ പുക വല്ലാതെ ശ്വസിച്ചുണ്ടായ പ്രശ്നങ്ങൾ, അവരിൽ ചിലർ ഇപ്പോഴും തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്ത് വരാൻ കഴിയുന്ന അവസ്ഥയായിട്ടുണ്ട്. ഏതായാലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സിസ്റ്റം, ഗവൺമെൻറ് സിസ്റ്റം നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. അതെ, അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ എന്നുള്ളതും വളരെ വേഗം തന്നെ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രിയും അങ്ങോട്ടേക്ക് തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്, പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ കാര്യം അവർക്ക് ആശങ്കയില്ലാത്ത തരത്തിലേക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നു, അവരെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പം നിൽക്കുക, അവർക്ക് മനക്കരുത്ത് നൽകുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആ തരത്തിലേക്ക് നമ്മുടെ സർക്കാരുകളുടെ ഇടപെടൽ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഈ മരണപ്പെട്ടവരിൽ അതെ തീർച്ചയായിട്ടും ഞാൻ ഈ തൃശ്ശൂർ മരണപ്പെട്ട ശ്രീ ബിനോയ് തോമസ്, വളരെയേറെ എല്ലാ മരണങ്ങളും സങ്കടകരമാണ്. വെറും 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം അവിടെ എത്തിയിട്ട്. അദ്ദേഹം ചാവക്കാടിനടുത്ത പാലയൂർ, തെക്കൻ പാലയൂർ താമസിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെയാണ് മിസ്സിംഗ് എന്ന തരത്തിലേക്ക് അല്ലേ കുടുംബാംഗങ്ങൾ, നേരത്തെ നമ്മൾ രാവിലെയൊക്കെ വാർത്ത നൽകിയിരുന്നു, പക്ഷെ പിന്നീടാണ് അദ്ദേഹം മരണമടഞ്ഞു എന്നത് സ്ഥിരീകരിക്കുന്നത്. അതെ സ്ഥിരീകരിച്ചു. അതെ. അപ്പോൾ വളരെയേറെ അദ്ദേഹം താമസിക്കുന്ന ഒരു കോളനിയിലാണ്. വീടെന്ന് പറഞ്ഞുകൂടാ, ചെറിയൊരു ഷെഡ് പോലുള്ളൊരു വീടാണ്. അപ്പോൾ വളരെയേറെ ദുരന്തമയമായ അന്തരീക്ഷമാണ് ഇത്തരത്തിലുള്ള പലരെയും സംബന്ധിച്ചുള്ളത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും സർക്കാരുകൾ പ്രഖ്യാപിച്ച ധനസഹായം ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസമാവട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതെ, ഇപ്പോൾ ഈ ധനസഹായത്തിൻ്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, കൂടാതെ MA യൂസഫലിയെ പോലെയും ഡോക്ടർ രവി പിള്ളയെ പോലെയുള്ളവരുടെയൊക്കെ സഹായം വരുന്നു. അതുകൂടാതെ ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ധനസഹായം ഉണ്ടാകുമെന്ന് പറയുന്നു, ഇൻഷുറൻസ് നൽകും, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ വാഗ്ദാനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായി അത് ഈ ഘട്ടത്തിൽ അതൊരു താങ്ങാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് പകരം വയ്ക്കാൻ ഇതൊന്നും ആകുന്നില്ല എന്നതും നമുക്കറിയാം. ശ്രീ അബ്ദുൽ ഖാദർ, ഇപ്പോൾ ഇതിൽ ചില പാഠങ്ങളൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയം കൂടിയാണിത്. എന്തായാലും കുവൈറ്റിൽ ഇങ്ങനെയൊക്കെ ഒരു മരണം, ഒരു അപകടം നടക്കുക എന്നൊക്കെ പറയും നമ്മൾ. അതും പുറം നാട്ടിൽ ഇങ്ങനെ ഒരു അപകടം നടന്നു, ഇത്രയധികം പേർ മരിക്കുന്നു എന്നൊക്കെയുള്ള, നമ്മളെ സംബന്ധിച്ച് അതും നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ, കെട്ടിപ്പടുക്കാൻ പോയ ആളുകൾ, അവർ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നൽകുന്ന പാഠങ്ങൾ, അങ്ങനെയും ചിലത് നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടതല്ലേ? ഉണ്ട്. അതായത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ നാട്ടിൽ വരുമ്പോഴുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണുക. അവിടെ മണലാരണ്യത്തിൽ എത്രമേൽ ദുഷ്കരമായൊരു ജീവിത സാഹചര്യത്തിലാണ് അവരുള്ളത് എന്ന് പലപ്പോഴും നമ്മളാരും അറിയാറില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞങ്ങളെല്ലാം ഈ ക്യാമ്പുകളിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഇവിടെ കുവൈറ്റിലുണ്ടായിട്ടുള്ളൊരു ദുരന്തം, അവിടുന്ന് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ ആവശ്യമായിട്ടുള്ള റെസ്ക്യൂ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദുരന്തം നമുക്ക് നൽകുന്ന ഒരു പാഠം, തീർച്ചയായും ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ കുവൈറ്റിലായാലും സൗദി അറേബ്യയിലായാലും അതുപോലെയുള്ള പല രാജ്യങ്ങളിലും തൊഴിലാളികളെ ലേബർ ക്യാമ്പുകളിൽ ഒന്നിച്ച് പാർപ്പിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ ഇടപെടുകയും നമ്മുടെ കുടിയേറ്റ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിന്
ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കേണ്ട ഒരു സന്ദർഭമല്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ഇതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദികളിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ മൃതദേഹം അത് ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുന്ന തരത്തിലേക്ക് നടപടികൾ അവിടെ നിന്നുണ്ടാകുന്നു എന്നതാണ് നേരത്തെ നമ്മളോട് മുസ്തഫ കാരി പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഔദ്യോഗിക വിവരം ഏറ്റവും പുതുതായി നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത് അതെന്താണ്? അല്ല, 24 പേര് മരിച്ചു എന്ന് നോർക്ക സ്ഥിരീകരിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവരുടെ പേര് വിവരം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സ്ഥിരീകരിച്ച പേരുകളല്ലാത്ത ചില പേരുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ തുടരുന്നുണ്ട്. അവിടെ വിവിധ നോർക്കയുടെ ഇടപെടൽ ശേഷമുള്ള കുറേ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ ആശുപത്രികളിലുണ്ട്. അവരിൽ നിന്ന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരവും വ്യക്തമാക്കുന്നത്. അല്ല, നാളെ ഇപ്പോൾ അവർക്ക് അവധി ദിവസം കൂടിയാണല്ലോ. അപ്പോൾ അതിനു മുൻപ് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു മരണം സംഭവിച്ചാൽ സാധാരണഗതിയിൽ തന്നെ അധികം താമസമില്ലാതെ ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി കുവൈറ്റിലെ. അപ്പോൾ ഇത് ഇങ്ങനൊരു ഇത്രയും ആളുകളുടെ മരണം എന്ന് പറയുമ്പോൾ അതിനുള്ള അതിവേഗ ഇടപെടൽ തന്നെ ഇതിനോടകം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അവിടെ. അതെ, അത് ഈ സാധാരണ നിലയിൽ വളരെ പെട്ടെന്ന് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ കുവൈറ്റിലുണ്ട്. പലപ്പോഴും നമ്മുടെ സംഘടനകളുടെ തന്നെ ഇടപെടൽ അതിലുണ്ടാവാറുണ്ട്. പക്ഷേ ഇത് മരണപ്പെട്ടവരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും പ്രത്യേകിച്ച് ചില അന്വേഷണങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടും ഉള്ള ഒരു വൈകൽ മാത്രമായിരിക്കാം. പിന്നെ മൃതദേഹങ്ങൾ പലതും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കരിഞ്ഞ മൃതദേഹങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അതിനെടുക്കുന്ന ചില സമയങ്ങളുണ്ടാവാം. DNA ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങളാകും. നേരത്തെ മുസ്തഫ പറഞ്ഞതുപോലെ നാളേക്കെത്തും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതെ, അപ്പോൾ ഇതിൽ ഈ ഏകോപനം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി അത് എടുത്ത് പറയണമെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും തരത്തിൽ ആശങ്ക നമുക്കൊപ്പമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ സഹായം നൽകുന്നതിലുമൊക്കെ വിവിധ സംഘടനകൾ, നോർക്ക ഉൾപ്പെടെ, അതുപോലെ തന്നെ KMCC പോലെയൊക്കെയുള്ള സംഘടനകൾ, അവിടുത്തെ സർക്കാർ, നമ്മളുടെ സർക്കാരുകൾ എല്ലാവരും ചേർന്നുള്ള ഒരു ഏകോപനം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നത് കൂടി ഉറപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും ഇത്തരമൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള നടപടികൾ വളരെയേറെ ഫലപ്രദമായിരുന്നു. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ, കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, കുവൈറ്റ് ഗവൺമെൻറ്റിനെ ഇക്കാര്യത്തിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. നേരത്തെ അത് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സംഘടനകളുടെ ഇടപെടൽ, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ ദുരന്തത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ വ്യോമസേനയുടെ വിമാനം അത് മൃതദേഹം എത്തിക്കാനായി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. C-130J വിമാനത്തിലാകും മൃതദേഹം എത്തിക്കുക. വ്യോമസേനയുടെ വിമാനമാണത്. ഹിൻഡൻ എയർബേസിൽ വിമാനം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വളരെ നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ ഘട്ടത്തിൽ ഇത്രയും സമയം നമുക്കൊപ്പം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത്.